ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് ശനി മാറ്റവുമായി ബന്ധപ്പെട്ട് മീന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലമാണ് പറയുന്നത്. 2025 മാർച്ച് 29 ശനി മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതായത് കുംഭക്കൂറിൽ നിന്നിരുന്ന ശനി മീന രാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് അത് വളരെ നല്ല ഭാവത്തിലേക്കാണ് മാറിയത്. ഇനിയും ചില നക്ഷത്ര ജാതകർക്ക് അത് അത്ര ശുഭകരമായ സ്ഥാനത്തേക്കല്ല ഈ ഒരു ശനി മാറിയിരിക്കുന്നത്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്ര ജാതകർക്കും ആ ഒരു വ്യത്യാസം, ആ ജീവിതത്തിൽ ആ ഒരു ശനിയുടെ ആ ഒരു സ്വാധീനം ഉണ്ടാവുന്നതാണ്. അപ്പം ശനിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു രാശിയിൽ 2.5 വർഷം, ഏകദേശം 2.5 വർഷക്കാലമാണ് ശനി നിൽക്കുന്നത്. അപ്പം ഈ ഒരു ശനിമാറ്റം മീന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. മീന കൂറിൽ വരുന്ന ആദ്യ നക്ഷത്രമായ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഇവർക്ക് ഈ ഒരു ശനി മീനം രാശിയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ 1ാം ഭാവത്തില്, അതായത് ജന്മക്കൂറിൽ തന്നെയാണ് ശനി വന്നിരിക്കുന്നത്. ജന്മശനി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതികളിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് രംഗങ്ങൾ എടുത്താലും അതിന് തടസ്സം കാണിക്കുന്നു. അതാണ് ജന്മശനി. ഇവർക്കും 7.5 ശനി സ്ഥാനത്തേക്ക് തന്നെയാണ്. അപ്പം 7.5 ശനിയുടെ ഒരു കാഠിന്യവും കൂടി നിൽക്കാനുള്ള സാധ്യത കൂടി കാണിക്കുന്നതാണ്. അപ്പം പൂരുരുട്ടാതി അവസാന കാൽഭാഗം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ, അവരുദ്ദേശിച്ച രീതിയിൽ ആ ഒരു ജോലിയിലുള്ള ഒരു പെർഫോമൻസ്, ആ ഒരു ഔട്ട്പുട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വരാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുദ്ദേശിച്ച രീതികളിൽ ആ ഒരു ബിസിനസ് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് എല്ലാം ആ ഒരു കറക്റ്റ് ആ ഒരു ശ്രേണിയിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുക. അതുപോലെ ഫിനാൻഷ്യൽ ഡീലിങ്സ്, മണി ഇൻവെസ്റ്റ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ 2 തവണ ആലോചിച്ചതിന് ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനൽ ത്രൂ അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക്, ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അവർ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പൂരുരുട്ടാതി അവസാന കാൽഭാഗ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ദാമ്പത്യപരമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ക്ലേശങ്ങൾ, വഴക്കിനുള്ള സാധ്യതകൾ, അപ്പം അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം നല്ല ബന്ധങ്ങൾ എത്തിപ്പെടും, പക്ഷെ അതിനു മുൻപ് ഒരു തടസ്സം ഉണ്ടാകുന്നു. അപ്പം വിഘ്നേശ്വര കടാക്ഷം നേടി പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നതാണ്. അതുപോലെ ബിസിനസ് എക്സ്പാൻഷനൊക്കെ ശ്രമിക്കുന്നവർക്കും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാതിരിക്കുക. അതുപോലെ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ, മണി ഡീലിംഗ് ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം നക്ഷത്രക്കാർക്ക് ഈ ഒരു ശനിമാറ്റം ഇങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പം ശനി ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ശനീശ്വര കൃപ നേടി പോവുക. പ്രത്യേകിച്ച് ദിവസവും ശനീശ്വര മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശനീശ്വര മന്ത്രം, നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം, ദിവസവും 3 തവണ വെച്ച് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ ശബരിമല ദർശനം, ഇങ്ങനെയുള്ള ശനി സംബന്ധമായിട്ടുള്ള ദോഷം കൂടി നിൽക്കുന്നവർക്ക് ശബരിമല ദർശനം വളരെ നല്ലതാണ്. അതുപോലെ ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച, ശനിയാഴ്ച ദിവസം ദർശനം നടത്തുക, കുങ്കുമ അഭിഷേകം നടത്തുക,
ശനിദോഷം കൂടി നിൽക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി യന്ത്രം ധരിക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. ഹനുമാൻ സ്വാമി യന്ത്രം ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഹനുമാൻ സ്വാമി യന്ത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ വാട്സപ്പിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി യന്ത്രം ഞാൻ ചെയ്തു തരാം. അതിന് 21 ദിവസത്തെ പൂജാവിധികൾ കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണ് അത് കൊടുക്കുക. അതുപോലെ ഈ ശനീശ്വര കൃപയ്ക്ക് ഉഴുന്ന് സമർപ്പിക്കാവുന്നതാണ്, എള്ളെണ്ണ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ഗണപതി കടാക്ഷം, വിഘ്നങ്ങൾ കൂടി നിൽക്കുന്ന സമയത്ത് ഗണപതി ഹോമം നടത്താം, നാളികേരം അടയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുക. ഇത് ചെയ്യുകയാണെങ്കിൽ ശനിപരമായിട്ടുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന 2ാം നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രം. ഇവർക്കും ശനിപരമായിട്ടുള്ള ദോഷം തടസ്സ സ്ഥാനത്തേക്ക് തന്നെ കാണിക്കുന്നതാണ്. അതായത് ജന്മശനി 1ാം ഭാവത്തില് ജന്മക്കൂറിൽ ശനി വന്നു. മീനം രാശി എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ശനി മീനം രാശിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രംഗങ്ങളിലും തടസ്സങ്ങൾ കാണിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് പഠനത്തിനോടുള്ള ഒരു വിരക്തി കാണിക്കാനുള്ള സാധ്യത, വിവാഹം ആലോചിക്കുന്നവർക്ക് ആ ഒരു തുടക്കത്തിൽ ആ ഒരു നല്ല ബന്ധം എത്തിച്ചേരാനുള്ള നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ വിവാഹം നമുക്ക് നല്ല പ്രപ്പോസൽസ് വന്നാലും ആ ഒരു പ്രപ്പോസൽ ആ ഒരു മാരേജിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കാണിക്കും, ആ ഒരു തടസ്സം കാണിച്ചെന്ന് വരാം. അതുപോലെ തന്നെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നല്ല ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഒരു മെന്റൽ ഫ്രസ്ട്രേഷൻ, ആ ഒരു ബുദ്ധിമുട്ട്, അതുപോലെ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയും അങ്ങനെയുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് മെഡിറ്റേഷൻസ്, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ കുറച്ച് എടുക്കാൻ സഹായകരമാവുന്നു. അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീരാഞ്ജനം ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്താം. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവപഞ്ചാക്ഷരം ദിവസവും 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ ശനി വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. ശനീശ്വര കൃപ നേടിയെടുക്കാൻ സഹായകരമാകുന്നു. ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അപ്പം നല്ല രീതിയിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. ബിസിനസ് രംഗത്ത് പ്രത്യേകിച്ച് മണി ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള ബിസിനസ്, ആ സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ അത്ര കാര്യമായ തടസ്സം നേരിടുകയില്ല. അവർക്ക് അങ്ങനെ ഉള്ള ഒരു തടസ്സം കാണിക്കുന്നതല്ല. അപ്പം അല്ലാതെ പുതിയതായിട്ട് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്, പുതിയ ബിസിനസ് എക്സ്പാൻഷൻ അങ്ങനെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക. ദാമ്പത്യപരമായിട്ട് ചില കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കും. അതുപോലെ കുടുംബത്ത് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ, ഐക്യം, ഇതെല്ലാം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കും. അപ്പൊ നിങ്ങളുടെ സംസാര രീതി ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ലഘൂകരിച്ച് സംസാരിച്ചു പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കുടുംബത്ത് കാണിക്കുന്നതാണ്. അപ്പം ഉത്രട്ടാതി നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി മീനക്കൂറിൽ വരുന്ന അവസാന നക്ഷത്രമായ രേവതി നക്ഷത്രം. ഇവർക്കും ഈ ഒരു ശനിമാറ്റവുമായി ബന്ധപ്പെട്ട് ശനി ജന്മക്കൂറിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് 1ാം ഭാവത്തിലാണ് ശനി വന്നിരിക്കുന്നത്. ജന്മശനി എന്ന് ഉദ്ദേശിക്കുന്നത് തടസ്സമാണ്, കാര്യമായ തടസ്സം. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും നല്ല രീതിയിലുള്ള, പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പണം കടം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഹയർ സ്റ്റഡീസിനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അത് കാര്യമായ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു നല്ല പ്രപ്പോസൽസ് കിട്ടാനുള്ള സാധ്യത ഒരു തടസ്സം പോലെ വന്ന് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ദാമ്പത്യപരമായിട്ട് ചെറിയ തോതിൽ ഒരു കലഹത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങനെ പോവുകയാണെങ്കിൽ ആ കലഹങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാവുന്നതാണ്. അതുപോലെ ഫാമിലിയിൽ ഉള്ള ഒരു ഐശ്വര്യക്കുറവ് കാണിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സംസാരം ഒക്കെ ഒന്ന് നിയന്ത്രിക്കുക. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, മാനസിക പിരിമുറുക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്ര ഇതിൽ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ കൊണ്ട് അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം എല്ലാ രംഗങ്ങളിലും തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു ശനി ജന്മക്കൂറിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിൽ
ട്രാൻസ്ഫേഴ്സ് ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, ചിലപ്പം ആൾറെഡി ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ ഒരു സാങ്ഷനായി വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാനുള്ള അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അപ്പം ശനീശ്വര കൃപ നേടിപ്പോകുക, ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുക. അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ദിവസവും ശിവ പഞ്ചാക്ഷരം ജപിക്കുക. അതുപോലെ ശനീശ്വര യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ സ്വാമി യന്ത്രം, ഇങ്ങനെയുള്ള ശനിദോഷം മാത്രമല്ല, രാഹുദോഷം, ശത്രുപരമായിട്ടുള്ള ദോഷം, ബാധാദോഷം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഹനുമാൻ സ്വാമി യന്ത്രം ധരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ശബരിമല ദർശനം നടത്തുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഈ മീന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പം തടസ്സങ്ങൾ തുടക്കത്തിൽ ഉണ്ടാകാം, എല്ലാ രംഗങ്ങളിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതിന് കാര്യമായി ശനീശ്വര കൃപ നേടി പോകുക. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താൻ സഹായകരമാവുന്നതാണ്. ഇതൊക്കെയാണ് ശനി മാറ്റവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി ബാക്കി നക്ഷത്ര ജാതകരുടെ എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം മീന രാശിയോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് ഈ ശനി മാറ്റത്തോടുകൂടി എല്ലാ നക്ഷത്ര ജാതകരുടെയും കവർ ആയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ വീക്ഷണം, അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ പേരും നക്ഷത്രവും, അനുഭവിക്കുന്ന ടെൻഷൻസ് എന്താണ്, ആ നെഗറ്റീവ് സാഹചര്യങ്ങൾ എന്താണ്, അത് എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടെ ചേർത്ത് നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.